ഏർണിംഗ് എന്റെ പേര് ബഷി. ഞാൻ നാട്ടില് തൃശ്ശൂരാണ്. എങ്ങണ്ടൂരാണ് സ്വദേശം. ഇവിടെ ദുബായിൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് കുറേയധികം വർഷങ്ങളായിട്ട് ഫാമിലിയോടൊപ്പം ദുബായിലാണ് താമസം. ഞാൻ ഇവിടെ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രീലാൻസ് ആയിട്ട്. പിന്നെ ഒരു ഏകദേശം ഒരു വർഷം മുൻപാണ് ട്രെയിൻ ദ ട്രെയിനർ പ്രോഗ്രാമിലൂടെ ഞാൻ ഫൈസൽ സാറിനെ പരിചയപ്പെട്ടത്. അന്ന് മുതൽ ഞാൻ എല്ലാ കോഴ്സസും വിമ്പിളുടെ കൂടെ ഉണ്ടാവാറുണ്ട്. ട്രെയിൻ ദ ട്രെയിനർ എന്നുള്ള അതിന്റെ 15ാമത്തെ എപ്പിസോഡ് വരെ, അതുവരെ വോളിയം വരെ ആയി. പക്ഷെ അത് എല്ലാതും ഇത് ചെയ്യാൻ പറ്റാറില്ല എനിക്ക്. എന്നാലും ഒരുവിധം എല്ലാത്തിലും എല്ലാ പ്രോഗ്രാംസും ഞാൻ കൂടെ ഉണ്ടാവാറുണ്ട്. പിന്നെ ട്രെയിനർ ആവുക എന്നുള്ളത് ആയിരുന്നില്ല എന്റെ സ്വപ്നം. ശരിക്കും പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അതിലേക്ക് വന്നത്. എന്നാലും ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ടീച്ചിങ് ഇവിടെ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ദുബായില്. അപ്പോ അതുപോലെ കുറച്ച് കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, കുറേ അധികം കാര്യങ്ങൾ ഫൈസൽ സാറിൽ നിന്ന് പഠിക്കാൻ പറ്റി. അപ്പോ അത് നല്ലൊരു ബിഗിനിങ് ആയിരുന്നു. അതിനുശേഷം എനിക്ക് ഒരു ചാനലിൽ ന്യൂസ് റീഡിങ്ങിന് കിട്ടി. അതുപോലെ കുറെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യാൻ പറ്റി കുറെ ആളുകളുടെ ഒക്കെ. അങ്ങനെ കുറച്ച് കുറച്ചധികം കാര്യങ്ങളായിട്ട് നല്ലൊരു തുടക്കമാണ് എനിക്ക് ട്രെയിൻ ഇത് ട്രെയിനർ എന്നുള്ള പ്രൊഫഷണൽ കോഴ്സ് സമ്മാനിച്ചത്. ഇനി അതുപോലെ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ അത് കഴിഞ്ഞിട്ട് വന്നവരാണെന്ന് എനിക്കറിയാം. എല്ലാവരും ട്രെയിൻ ട്രെയിനേഴ്സ് ടോക്ക് എന്ന് പറയുന്നതിൽ പങ്കെടുക്കുന്നവരെല്ലാവരും ട്രെയിൻ ട്രെയിനർ കോഴ്സിൽ നിന്ന് ചെയ്തവരോ അല്ലെങ്കിൽ ചെയ്യുന്നവരോ ആയിരിക്കും അല്ലെ? എല്ലാവരും അതിന്റെ പ്രാക്ടീസ് സെഷൻ എന്നുള്ള നമ്മൾക്ക് നമ്മളുടെ കഴിവുകളെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്, പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ട്രെയിനേഴ്സ് ടോക്ക് എന്നുള്ള ഒരു സെഷൻ തന്നെ ഉണ്ടാക്കിയതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഫൈസൽ സാർ പ്രത്യേകിച്ചും ഫൈസൽ സാറിന് ആ ഒരു ഇതുണ്ട്. ജാസ്മിൻ മാമിന്റെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ട്രെയിനേഴ്സ് ടോക്ക് നടക്കുന്നത് ഞാൻ കാണാറുണ്ട്. മിക്കപ്പോഴും ലൈവിൽ ജോയിൻ ചെയ്യാൻ പറ്റാറില്ലെങ്കിലും ഇതിലാണ് ചെയ്യാറ്. യൂട്യൂബിലാണ് വാച്ച് ചെയ്യാറ്. ഇപ്പൊ എല്ലാവരുടെ വോയിസസും പറ്റാവുന്ന പോലെയൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പോ ഇന്നിവിടെ നമുക്ക് എന്താണ് ഇന്നത്തെ ഡിജിറ്റൽ ഓട്ടിസം എന്ന സബ്ജക്റ്റ് ആണ് അല്ലെ? ഷംസീന മൻസൂർ മാം ആണ് നമുക്ക് വേണ്ടി ഇന്ന് ഈ ഒരു ടോപ്പിക്കുമായിട്ട് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അതെ അല്ലെ? എല്ലാവർക്കും അറിയാം, ഇന്നത്തെ കാലത്ത് എല്ലാവരും ഡിജിറ്റൽ മീഡിയയുടെ ഒരു അടിമകൾ എന്ന് തന്നെ പറയാം. നമ്മൾ ഓരോരുത്തരും ഓരോ അടിമകളാണ് എന്ന് പറയാം. കാരണം നമുക്ക് ഡിജിറ്റൽ മീഡിയ ഇല്ലാതെ നമുക്കൊരു ലൈഫ് ഇപ്പോ സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പോ നമ്മള് ജോലിക്കായിട്ടും വേറെ കാര്യങ്ങൾക്കായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അഡൾട്ട്സ്. പക്ഷെ നമ്മളുടെ കുട്ടികളാണെങ്കിൽ കുറച്ചധികം അവരതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഒന്നും അറിയാതെ അവര് കുറച്ചധികം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു എഫക്റ്റ് അവരുടെ നാഡീവ്യൂഹത്തിലും ബ്രെയിനിലൊക്കെ വരുന്നുണ്ടാവും എന്നുള്ളത് അത് നിശ്ചിതമാണല്ലോ. അതിനെ പറ്റിയിട്ട് ആയിരിക്കും നമുക്കിന്ന് മാം എന്ന് നമുക്ക് പറഞ്ഞു തരാന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം നമ്മളുടെ ഇന്നത്തെ കാലത്തേക്ക് ആവശ്യമുള്ള ഒരു സബ്ജക്റ്റ് ആണത്. എങ്ങനെ നമ്മൾ ഡിജിറ്റൽ മീഡിയയുടെ അമിത ഉപയോഗം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടന്നാലോ? മാമിനെ നമുക്ക് ട്രെയിനേഴ്സ് ടോക്കിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ഷംസീന മാം. താങ്ക് യു. വോയിസ്. ഹലോ മാം, മൈക്ക് എടുത്തോളൂ. ഞാൻ മ്യൂട്ട് ചെയ്യാം. ഷംസീന മാമിന് കേൾക്കുന്നുണ്ടോ? ഹലോ.
ഓക്കെ. ഇപ്പൊ ഓക്കെ. കേൾക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ. കേൾക്കുന്നുണ്ട്. ഓക്കെ, സോറി. സോ താങ്ക് യു സോ മച്ച് ബഷീർ മാം, ഫസ്റ്റ് ഓഫ് ഓൾ. നല്ലൊരു മോട്ടിവേറ്റഡ് ഇൻട്രോ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ എൻ്റെ ഒരു സബ്ജക്റ്റിന്റെ ഒരു ഏറെക്കുറെ നല്ലൊരു ഇൻട്രോ തന്നെ മാം പറഞ്ഞു. ആൻഡ് ഓൾസോ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്ലാഡ് ടു ഹിയർ അബൌട്ട് യുവർ ഡെസിഗ്നേഷൻസ് ആൻഡ് ഓൾ. ഇങ്ങനെ ഒരു വ്യക്തിത്വം എനിക്ക് തോന്നുന്നു വിംബിൾ അക്കാഡമിയിൽ ഇല്ലാന്ന് തോന്നുന്നു. ഒരു ന്യൂസ് റീഡറായിട്ടും അങ്ങനെയൊക്കെ ഡിജിറ്റൽ മാർക്കറ്ററായിട്ടൊക്കെ പലതരത്തിൽ കഴിവുകൾ തെളിയിക്കുന്ന ഒരാള്. വെരി നൈസ് ടു ഹിയർ ദാറ്റ്. ആൻഡ് താങ്ക് ഞാൻ എന്നെ പറ്റി ഒന്ന് പറഞ്ഞ ഷംസീന മൻസൂർ മാം പറഞ്ഞതുപോലെ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് ടീൻ ലൈഫ് കോച്ചായിട്ട് ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാണ്. സ്വദേശം തൃശ്ശൂരാണ്, താമസിക്കുന്നത് ഇപ്പോൾ ഖത്തറിലാണ്. അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ നമ്മളെ പ്രൊഫഷനും ഫാമിലി ലൈഫൊക്കെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്നു. ഇത് എൻ്റെ ട്രെയിനേഴ്സ് ടോക്കിലെ 4ാമത്തെ സെഷനാണ്. ഞാനൊരു സീരീസ് പോലെയാണ് ആക്ച്വലി എൻ്റെ ട്രെയിനിങ് കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം ചെയ്തത് ഒരു പാഷൻ ക്രിയേഷൻ ആൻഡ് പെർസെവറൻസ്, പിന്നെ സൈബർ സെക്യൂരിറ്റി അവയർനെസ്, ആൻഡ് കഴിഞ്ഞ ടോപ്പിക്ക് ഡിജിറ്റൽ ഡിറ്റോക്സിഫിക്കേഷൻ ആയിരുന്നു. ഇതിപ്പോ ഡിജിറ്റൽ ഓട്ടിസം. ആക്ച്വലി ഇതൊക്കെ നമ്മൾക്ക് പരസ്പരം ബന്ധപ്പെട്ട് നമ്മളുടെ ഇന്നത്തെ ലൈഫുമായിട്ട് വളരെയധികം കണക്ട് ചെയ്തുകൊണ്ട് പോകേണ്ട ടോപ്പിക് ആണെന്നുള്ളൊരു മനസ്സിലാക്കലിൽ നിന്നാണ് ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത്. നിങ്ങൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ വിംബിൾ അക്കാഡമി യൂട്യൂബ് ചാനലിൽ പോയാൽ ഇതിൻ്റെയൊക്കെ ക്ലാസ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അനേകം ഇതിനേക്കാൾ മികച്ച രീതിയിലുള്ള ക്ലാസ്സുകൾ അവിടെ ഉണ്ട്. എല്ലാം കേട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. നമ്മളൊരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത് വിവേകമാണ്, അല്ലെ? പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി വൈഭവം, വിവേകം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരിക്കലും നിർത്താതെ അല്ലെങ്കിൽ മരണം വരെ നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു പ്രോസസ്സാണ് പഠനം എന്നുള്ളത്. ലേണിംഗ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്സാണ്. നമ്മൾ നോളേജ് എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട് പോവാൻ സാധിക്കാത്തൊരു അമൂല്യമായൊരു നിധിയാണ്. അത് എന്തുമാവാം. ചെറിയൊരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നതും നമുക്ക് അറിവ് തന്നെയാണ്. മുതിർന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് അറിവ് തന്നെയാണ്. അവിടെ പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ പദവികളില്ല. അറിവിന് മാത്രമാണ്, ആ ഒരു വസ്തുതയ്ക്ക് മാത്രമാണ് വാല്യൂ ഉള്ളത്. അപ്പോ പറഞ്ഞു വന്നത്, അത്തരത്തിലുള്ള പലതരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് വിംബിൾ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് കാണാൻ കഴിയും. കൂട്ടത്തിൽ ഈ വിനീതയുടെയും കൂടി വീഡിയോസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോ ഇന്നത്തെ ടോപ്പിക് ഞാൻ ആദ്യം ചോദിക്കുന്നത്, നിങ്ങളിൽ എത്ര പേര് മൊബൈൽ ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എത്ര പേർക്ക് അറിയാം നമ്മളുടെ മൊബൈലിൽ എന്തൊക്കെ ആപ്പുകൾ ഉണ്ട് എന്നുള്ളൊരു വ്യക്തമായ ധാരണ ഉള്ള എത്ര പേരുണ്ടായിരിക്കും? ഒന്ന് പറയാമോ? ആർക്കെങ്കിലും ഒന്ന് ഒരാളുടെ ഒരു റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ മൊബൈലിൽ ഏതൊക്കെ തരത്തിലുള്ള ആപ്പുകൾ ഉണ്ടെന്നുള്ള വ്യക്തമായ, ഓഫ് കോഴ്സ് നമ്മളെ കയ്യിൽ ഒരു വാട്സപ്പ് ഉണ്ടായിരിക്കും, യൂട്യൂബ് ഉണ്ടായിരിക്കും, ഇൻസ്റ്റഗ്രാം ഉണ്ടായിരിക്കും, ഫേസ്ബുക്ക്, അതുപോലെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ. ഇതൊരു ഒഴിച്ചുകൂടാനാവാത്ത സാധനങ്ങളാണ്, ആപ്പുകളാണ്. അതിൽ കവിഞ്ഞ് നമ്മളുടെ വ്യക്തി ജീവിതവുമായിട്ട്, ദൈനംദിന ജീവിതവുമായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളൊരു വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് മൈക്കെടുത്ത് പറയുകയാണെങ്കിൽ സന്തോഷം. ഹെൽത്ത് ബേസ് ആപ്പ് ഉണ്ടെന്ന് മിൻഹ പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഹെൽത്ത് ബേസ് ആപ്പ് ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കാൻ, ട്രാക്ക് ചെയ്യാനുള്ള ആപ്പ് ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി അതുപോലെ ചാറ്റ് ജി പി ടി ഇപ്പോ AI ട്രെൻഡ് ആണ്, അല്ലേ? അപ്പൊ ചാറ്റ് ജി പി ടി, ജെമിനൈ പോലുള്ള ആപ്പുകൾ ഉണ്ടാവാം സ്വാഭാവികമായിട്ടും. ഇനി ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഈ ആപ്പുകളിൽ എത്ര ആപ്പുകള് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആപ്പുകൾ ഉണ്ട്? ഈ ആപ്പുകളിൽ നമ്മൾ ആപ്പും നമ്മളും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആപ്പുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്ന് പറയാമോ? ഓക്കെ, എഡ്യൂക്കേഷൻ ബേസ് ആപ്പ് ഉണ്ട്. ഫൈൻ, വെരി ഗുഡ്. ഓഫ് കോഴ്സ് വാട്സപ്പ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഇൻസ്റ്റഗ്രാം സംഹാവ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ആപ്പാണ്. പിന്നെ നമ്മൾ കോൾ ചെയ്യാനൊക്കെ നമ്മുടെ കോണ്ടാക്ട്സ് ആപ്പ് യൂസ് ചെയ്യാറുണ്ട്. എന്നാലും
ഭൂരിഭാഗം ആപ്പുകളും എന്താണ്, വൺ സൈഡ് ടോക്കിംഗ് ആണ്. അതായത് അതിലുള്ള വിവരങ്ങൾ നമ്മൾ സാംശീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എവിടെ എന്താ ലിസണർ ആണ്. നമ്മൾക്ക് ഇന്ററാക്ഷനോ കമ്മ്യൂണിക്കേഷനോ വളരെ കുറവായിരിക്കും. am I right? ഇപ്പോ യൂട്യൂബ് ആണെങ്കിൽ നമ്മൾ വീഡിയോസ് കാണുന്നു, കാര്യങ്ങളായിട്ട് നമ്മൾ റീൽസ് കാണുന്നു, ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു വൺ പോയിന്റ് ആയിട്ട് നമ്മൾ കാണുന്നു, അതെല്ലാം നമ്മളുടെ മൈൻഡിലേക്ക്, നമ്മുടെ ബ്രെയിനിലേക്ക് ഡംപ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾക്കൊന്നും തിരിച്ച് അങ്ങോട്ട് പറയാൻ കഴിയുന്നില്ലല്ലോ. ഇവൻ ദോ കമന്റ്സിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു വളരെ തുച്ഛം പരിമിതിപ്പെട്ട ഒരു സംഭവമാണത്. വെരി ലിമിറ്റഡ് ആണ് കമന്റ് ചെയ്യുന്നത്. അപ്പോ ഈ നമ്മളുടെ ഒരു ഇന്ററാക്ഷൻ വരുന്ന ആപ്പുകള് വളരെ കുറവാണ്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ മൊബൈൽ നമ്മൾ അധികമായി ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൈലന്റ് ആവുകയും മൊബൈല് കൂടുതലായിട്ട് വർക്ക് ചെയ്ത് നമ്മളുടെ ആ സൈലൻസിനെ ഓവർടേക്ക് ചെയ്ത് ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിനെ ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, ചെറിയ കുറച്ച് ഹെൽത്ത് കണ്ടീഷൻസ് ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് സംസാരിക്കുമ്പോൾ ചുമ ഉണ്ടായിരിക്കും. എനി ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണം. ഓക്കെ, ഇനി ഞാനൊരു കണക്ക് ബോധിപ്പിക്കാം. 2024 അധികം ദൂരമൊന്നും പോയിട്ടില്ല അല്ലെ. ഇവന്തോ 2025 കഴിയാനായെങ്കിലും 2024 കണക്ക് വെച്ച് നോക്കുമ്പോൾ, ഡെയിലി സ്ക്രീൻ ടൈമിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും മാത്രം കണക്കാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികള് 2.22 മണിക്കൂർ ഡെയിലി കാണുന്നുണ്ട് വീഡിയോസും. സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നിങ്ങൾ മൊബൈല് മാത്രമായിട്ട് ചുരുക്കരുത്. TV, മൊബൈല്, മറ്റ് ഗാഡ്ജറ്റുകൾ, ഇതെല്ലാം സ്ക്രീൻ ടൈം ആണ്. ഈ 2.22% എന്ന് പറയുമ്പോൾ 95% മണിക്കൂർ എന്ന് പറയുമ്പോൾ 95% കഴിഞ്ഞു. അത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇനി ടോഡ്ലർ, അതായത് ഒരു 5 വയസ്സിന് മുകളിലുള്ള ഒരു കുട്ടികൾ, അവരുടെ പ്രായത്തിലാണെങ്കിലോ അവര് 60% ടൈം യൂസ് ചെയ്യുന്നുണ്ട്. അതാണെങ്കിൽ WHO പറയുന്ന ഗൈഡ് ലൈൻസിനേക്കാൾ കൂടുതലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇത്തരത്തില് ഇങ്ങനെ പോയി അഡൽട്ട് ആണെങ്കിലും അഡൽട്ടിന്റെ കാര്യം കൂടുതൽ, നമ്മളെ പോലുള്ള വ്യക്തികളുടെ കാര്യം ഇതിൽ നിന്ന് വിഭിന്നമല്ല. 75% ആണ് അഡൽട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാല് ഇന്ത്യയിൽ തന്നെ 68 പേരിൽ ഒരാൾക്ക് ഡിജിറ്റൽ ഓട്ടിസം ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ കേരളത്തിലോ 100 പേരിൽ ഒരാള് ഡിജിറ്റൽ ഓട്ടിസവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന കുട്ടിയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ എവിടേക്കാണ് നമ്മളുടെ ഈ ശ്രദ്ധ പോവേണ്ടത്? ഡിജിറ്റൽ ഓട്ടിസം എന്ന വിഷയം അല്ലെങ്കിൽ വെർച്വൽ ഓട്ടിസം എന്ന വിഷയത്തിന്റെ പ്രാധാന്യം അവിടെയാണ്. ഓട്ടിസം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഓട്ടിസം ഒരു മെഡിക്കൽ കണ്ടീഷൻ. നമ്മൾക്ക് നമ്മൾ ഇന്നത്തെ മോഡേൺ ചിന്താഗതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ആണ്. വളരെ ഏബിൾഡ് ആയ കുട്ടികൾ, ഓട്ടിസം ബാധിച്ച കുട്ടികളിലുണ്ട്. ഞാനിവിടെ പറയുകയാണെങ്കിൽ ഒരു എന്താ പറയാ, പാരന്റ് കുറച്ചു മുന്നേ, ഒരു 4 വർഷം മുന്നേ ഒരു പാരന്റിനെ പരിചയപ്പെട്ടു. ഒരു പരിപാടിയിൽ പോയതാണ്. നാട്ടിൽ നിന്ന് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ ഉമ്മയുടെ 3 മക്കളും ഓട്ടിസം ബാധിച്ച കുട്ടികളാണ്. പക്ഷെ ആ ഓട്ടിസം ബാധിച്ച കുട്ടികളാണെങ്കിൽ പോലും അവർ ചെയ്യുന്ന അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളെ മക്കളാരും ചെയ്യുന്നില്ല. അവിടെ കൂടിയ ആളുകളുടെ മക്കൾ ചെയ്യുന്നില്ല. അതും ചെറിയ പ്രായത്തിലാണ്. അതിൽ മൂത്ത കുട്ടിക്ക് 15 വയസ്സും രണ്ടാമത്തെ കുട്ടിക്ക് 10 വയസ്സും മൂന്നാമത്തെ കുട്ടിക്ക് 7 വയസ്സുമായിരുന്നു അന്ന്. മൂത്ത കുട്ടി നന്നായിട്ട് ചിത്രം വരയ്ക്കും. വീടിനുള്ളിലുള്ള ചമരുമലൊക്കെ ചിത്രം വരച്ചു വെച്ചിരിക്കുക ഓട്ടിസം ബാധിച്ച കുട്ടി. ഓട്ടിസം എന്നുള്ളത് 92% ഓട്ടിസം ബാധിച്ച കുട്ടിയാണത്. കൈകൾക്ക് ചലിപ്പിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അവൻ അവിടെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടി നന്നായി പാട്ട് പാടുന്നൊരു മോനാണ്.
മൂന്നാമത്തെ ആള് കാലുകൊണ്ട് തുന്നും, സ്റ്റിച്ച് ചെയ്യും, കാലുകൊണ്ട് സ്റ്റിച്ച് ചെയ്യും. മൂന്നാമത്തെ ആൾക്ക് 7 വയസ്സായിട്ടുള്ളൂ, പക്ഷെ കാലുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ്. എന്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടിന്റെ സിസ്റ്ററുടെ മക്കളാണത്. അപ്പോ അവരുടെ കഴിവുകൾ എന്ന് പറയുന്നത് നമ്മൾ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത അത്ര ലെവല് കൂടിയ അല്ലെങ്കിൽ ഗ്രേഡ് കൂടിയ കഴിവുകളാണ് ഉണ്ടായിരിക്കുക. എന്നാൽ ആ ഒരു ഗണത്തിൽ ഡിജിറ്റൽ ഓട്ടിസത്തിന് എടുക്കാൻ പാടില്ല. കാരണം ഡിജിറ്റൽ ഓട്ടിസം ഒരു തരത്തിൽ പറഞ്ഞ ഒരു അസുഖമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല, അതൊരു അവസ്ഥയാണ്. സ്ക്രീൻ ടൈം കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. മെഡിക്കൽ കമ്മീഷൻ ഒരിക്കലും ഇതിനൊരു രോഗമായിട്ട് കണക്കാക്കുന്നില്ല, മറിച്ച് എക്സസ് സ്ക്രീൻ ടൈം കൊണ്ടുണ്ടാകുന്ന മാനസിക ആരോഗ്യ ജന്യ പ്രവർത്തനത്തിലുള്ള മാറ്റങ്ങൾ. അപ്പൊ ഇതിനെ മാറ്റാനോ ഈ എക്സസ് ടൈം കുറച്ചാൽ മതി, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പൊ എന്താണ് ഈ എക്സസ് ടൈം കൂട്ടുന്നത് കൊണ്ട് സംഭവിക്കുക എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. എന്തൊരു പ്രശ്നത്തിന്റെയും കാരണം അറിഞ്ഞാല് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മനസ്സിലാവുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് കുറച്ചും കൂടി അതിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഒരു ഇത് കൂടുക, വിട്ടു നിൽക്കാനുള്ള സൊല്യൂഷൻസ് തേടാനുള്ള ഒരു മനസ്സുണ്ടാവുക അപ്പോഴാണല്ലോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മളുടെ ഈ ഡിജിറ്റൽ ഓട്ടിസം അല്ലെങ്കിൽ വെർച്വൽ ഓട്ടിസം മൂലം നമ്മളുടെ നമ്മളില് ഇത് ഒരു പ്രായത്തിന്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടേതോ ആയിട്ടല്ല ഞാൻ പറയുന്നത്. സ്ക്രീൻ ടൈം കൂടുതൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ. ഞാനിവിടെ ഇത് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ട്രെയിനേഴ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പലപ്പോഴായിട്ട് ചിലപ്പോൾ ഉപകാരപ്പെടും. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളില്, നിങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകളിലൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ പ്രവർത്തിപ്പിച്ച് കാണിച്ചു കൊടുക്കാനോ ഒക്കെ സാധിക്കും. സോ ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കി മാറ്റാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി തിരിച്ച് ഡിജിറ്റൽ ഓട്ടിസത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ കുട്ടികള് കണ്ണിൽ നോക്കി സംസാരിക്കാൻ അവർക്ക് പറ്റില്ല. അതായത് ഐ കോണ്ടാക്ട് വളരെ കുറവായിരിക്കും. നമുക്കറിയാം, നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ കണ്ണിലേക്കോ അല്ലെങ്കിൽ മൂക്കിന്റെ തുമ്പിലേക്കോ നോക്കിയിട്ടായിരിക്കും ഒരു വ്യക്തി സംസാരിക്കുന്നുണ്ടാവുക. ഈ മെയിനായിട്ടും കണ്ണി നോക്കി സംസാരിക്കുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. ഒരു ആളുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് കണ്ണി നോക്കി സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ DA വന്ന കുട്ടിക്ക് കണ്ണി നോക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ കാരണങ്ങളിലേക്ക് ഞാൻ വരാം. ആദ്യം ഒരു ലക്ഷണങ്ങൾ ഞാൻ പറയുകയാണ് കേട്ടോ. പിന്നെ അമിതമായ പേടി പ്രകടിപ്പിക്കും. എന്നാലോ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചിലവരില് പേര് വിളിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യും. അവരുടെ പേരാണ് വിളിച്ചതെങ്കിൽ പോലും ഇപ്പോ ഷംസീന എന്ന് വിളിച്ചു കഴിഞ്ഞാല് ഞാന് എന്താ എന്ന് പറയൂ അല്ലെ. നമ്മൾ എല്ലാവരുടെ പേര് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊരു സഡൻ ഇമ്പാക്ട് ഉണ്ടായിരിക്കും നമ്മളില്. പക്ഷെ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് അങ്ങനെ സഡൻ റെസ്പോണ്ട് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. പിന്നെ സോഷ്യലി ഇന്ററാക്ട് ചെയ്യാൻ വളരെ താല്പര്യം കുറവായിരിക്കും. ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇടപെടുക, സംസാരിക്കുക, കാര്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയുക, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ മടി കാണിക്കും, താല്പര്യക്കുറവ് കാണിക്കും. ഇനി വേറൊന്ന് നോൺ വെർബൽ ക്യൂസ് ആണ്. നോൺ വെർബൽ ക്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും വായ കൊണ്ട് അല്ലെങ്കിൽ നാവ് കൊണ്ട് സംസാരിച്ചിട്ട് മറുപടി കൊടുക്കേണ്ടി വരില്ല. അപ്പൊ പൊതുവെ നമ്മൾ മലയാളികൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, തമാശക്കാണെങ്കിലും പറയാറുണ്ട്, ഇത് വേണോന്ന് വെച്ചാല് നമ്മൾ പറയും നാക്കും, അതിനൊരു ആക്ഷൻ കാണിക്കും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷനുകളിലൂടെ നമ്മൾ സംസാരിക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ. അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബോഡിയുടെ ഒരു റിയാക്ഷൻ ആണ്, നമ്മുടെ ഒരു ബിഹേവിയറിൽ വരുന്ന ഒരു റെസ്പോൺസ് ആണ്. സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ അത് നല്ലൊരു ലക്ഷണമാണ്. കാരണം നമുക്ക് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയും എന്നതിന്റെ ഒരു സൂചനയാണ് അത്. എന്നാൽ ഇത്തരത്തില് ഡിജിറ്റൽ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് മാടി വിളിക്കുകയാണ്, ദൂരെ നിൽക്കുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ മാടി വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വാന്നാണ് പറയണതെന്ന് സാധാരണ ഒരു കുട്ടിക്ക് മനസ്സിലാവും. പക്ഷെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല.
അത് ഒരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ നമ്മള് ഇപ്പോ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാല് നമ്മളെ വീട്ടിലത്തെ കുട്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കൂലേ, അവരണ്ട് പോയിട്ട് വേണം ആ ബേക്കറി ഒക്കെ ഒന്ന് തിന്നു തീർക്കാൻ എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ അമ്മമാരിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ ഉരുട്ടി പേടിപ്പിച്ച് നിൽക്കും. എന്നൊക്കെ ആക്കിയിട്ട് നിൽക്കും. അതൊക്കെ ആ കുട്ടികൾക്ക് മനസ്സിലാവണോണ്ടാണ് അവരവിടെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്. എന്നാ കുഞ്ഞ് 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല. അവരെന്ത് ചെയ്യും? വേഗം പോയി അവർ കൂട്ടത്തിൽ ഇരുന്ന് കഴിക്കും ചെയ്യും. കാരണം അത് മനസ്സിലാക്കാനുള്ള പ്രായം അവർക്കായിട്ടില്ല. അവരുടെ ഡെവലപ്പ് ചെയ്തിട്ടില്ല അവരുടെ ബ്രെയിൻ അതിനെ. ഇത്തരത്തിൽ ഓട്ടിസം ഉള്ള മക്കൾക്കോ ഡിജിറ്റൽ ഓട്ടിസം ഉള്ള മക്കൾക്കോ 8 വയസ്സായാലും 10 വയസ്സായാലും അവർക്കത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ അങ്ങനെ കാണിച്ചാലും എടുക്കരുതെന്നോ എന്തെങ്കിലും നമ്മളുടെ ഒരു ആക്ഷനിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയാല്, അതായത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ നോക്കിയാലും അവർക്കത് മനസ്സിലാവില്ല. അതൊരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളരെ പ്രശ്നമായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇനി സംസാരിക്കാനുള്ള കാലതാമസം വരും. ഒന്നെങ്കിൽ സംസാരിക്കാനുള്ള കാലതാമസം, അതായത് ഇപ്പോ 2 വയസ്സായാലും 3 വയസ്സായാലും സംസാരിക്കാന് പറ്റാതെ സൗണ്ടുകളിലൂടെ മാത്രം, ബ മ എന്നുള്ള സൗണ്ടുകളിലൂടെ മാത്രം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കും. അതല്ലെങ്കിൽ സംസാരിക്കാൻ താല്പര്യക്കുറവ് കാണിക്കും. ഒട്ടും സംസാരിക്കാൻ താല്പര്യമില്ലായ്ക കാണിക്കും, അവർ പ്രകടിപ്പിക്കും. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാല് കുട്ടികൾ റെസ്പോണ്ട് ചെയ്യില്ലേ? പാപ്പും വേണോ ചോദിക്കുമ്പോ അവരുടെ ഭാഷയിൽ അവർ റെസ്പോണ്ട് ചെയ്യുമല്ലോ. അതുപോലും ഇല്ലാത്തൊരവസ്ഥ വരും. ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് വരുന്നത്. ഒരു വ്യക്തി വളർന്നു വരുന്നതോടുകൂടി ആന്തരികമായിട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വളർന്നു വരേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഒരു കുട്ടി വ്യക്തിയായി മാറുമ്പോ അവിടെ വളർച്ച സംഭവിക്കുകയാണ്. അതായത് ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ് ഓരോ കുഞ്ഞും. ഇപ്പൊ നമ്മള് കോണി കയറുന്ന ഒരു കുട്ടിനെ പോയിട്ട് പിടിച്ചു വെക്കാൻ പാടില്ല. ആക്ച്വലി സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഒരു 2 മുട്ടിൽ എഴയുന്ന കുട്ടി കോണി കണ്ട് സ്റ്റെപ്പ് കണ്ട് ആ കുട്ടി കോണി കയറുകയാണെങ്കിൽ നമ്മൾ യാതൊരു വിധ വശാലും നമ്മൾ ആ കുട്ടീനെ പോയി കോണിമെന്ന് ഇറക്കി കൊണ്ടുവരരുത്. കാരണം എന്താന്ന് വെച്ചാൽ അവൻ അവിടെ ഡെവലപ്പ് ചെയ്യാണ്, സ്റ്റെപ്പ് കയറണം, അങ്ങനെ ഒരുപാട് ആന്തരികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവൻ അവിടെ പഠിക്കുന്നുണ്ട്. അവന്റെ മസിൽസ് പഠിക്കുന്നുണ്ട്. നമ്മളിത് കൊടുത്തു കൊണ്ടുവന്ന് വോക്കറിൽ ഇരുത്തുമ്പോ എന്താ സംഭവിക്കുന്നത്? അവിടെ ഇരുത്തം മാത്രമാണ് കുട്ടി പഠിക്കുന്നുള്ളൂ. അപ്പോ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ലിമിറ്റ് ചെയ്യാണ്. ഈ ഡിജിറ്റൽ ഓട്ടിസം ഉള്ള കുട്ടികൾക്കും എന്താ സംഭവിക്കുന്നത്? ഈ ലിമിറ്റിംഗ് തന്നെയാണ് നടക്കുന്നത്. കാരണം അവർക്ക് നമ്മൾ ഒന്നും ഇപ്പോ നിങ്ങളെല്ലാവരും ഉമ്മമാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഉമ്മമാരോ അല്ലെങ്കിൽ വീട്ടിലെ കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് ഒരു ഇന്ററാക്ഷൻ നടന്നിട്ടുള്ള ആളുകളായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളെ വീട്ടിലത്തെ ഒരു കുഞ്ഞു കുട്ടീനായിട്ട് സംസാരിക്കാതിരിക്കോ? അതിപ്പോ കിടക്കയിൽ കിടക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും നമ്മൾ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി നമ്മൾ സംസാരിക്കും. പുതിയ പഠനങ്ങൾ വെച്ച് നമുക്ക് തെളിഞ്ഞു വന്നൊരു കാര്യമാണ്, നമ്മൾ അപ്പോ ജനിച്ച് 10 ദിവസമായ കുട്ടിയാണെങ്കിൽ പോലും നമ്മൾ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി സംസാരിക്കണം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതെല്ലാം അവന്റെ ഡെവലപ്പിങ്, ഒരു ജനിച്ച് വളർച്ചയിലുള്ള ഓരോ മൈൽ സ്റ്റോൺസ് ആണ് അതെല്ലാം. അതൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുമ്പോൾ മാത്രമാണ് അവന്റെ വളർച്ച പൂർണ്ണതയിൽ എത്തുന്നത്. അതല്ലാതെ ഒരു 12 വയസ്സോ 13 വയസ്സായ ഒരു കുട്ടി, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊരിക്കും പഠിക്കുന്ന ഒരു കുട്ടി പഠിക്കുന്നില്ല, അവൻക്ക് ADHD ആണെന്ന് പറഞ്ഞു വന്നാല് ആ പറഞ്ഞു വരുന്ന മാതാപിതാക്കൾക്കാണ് അവിടെ പ്രോബ്ലം. ശരിക്കും പറഞ്ഞ ആ കുട്ടിക്കല്ല. കാരണം ആ കുട്ടീനെ ആ ADHD എത്തിച്ചത് എന്താണ്? ADHD എന്ന് പറയുന്ന അസുഖമായിരിക്കില്ല കുട്ടിക്ക് ഉണ്ടായിരിക്കുക, സൈക്കോളജിക്കൽ ഡിസോർഡർ ആയിരിക്കില്ല കുട്ടിക്ക് ഉണ്ടായിരിക്കുക. അതിലേക്ക് വളർത്തി വന്ന സാഹചര്യങ്ങളാണ് ആ കുട്ടിക്ക് ഉണ്ടായിരിക്കുക. അവിടെ പാരന്റ്സ് ആണ് ശരിക്കും പറഞ്ഞ കുറ്റക്കാര്. പറഞ്ഞു വന്നതെന്ന് വെച്ചാല് എക്സസീവ് സ്ക്രീൻ ടൈം കൊടുക്കുമ്പോ വളർന്നു വരേണ്ട ശരീരത്തോടൊപ്പം തന്നെ നമ്മളുടെ തലച്ചോറും വളരുന്നുണ്ട്. ഈ വരേണ്ട തലച്ചോറിന് കിട്ടേണ്ടതായിട്ടുള്ള പല നല്ല ഗുണങ്ങളും നല്ല കഴിവുകളും, അതിലൊന്നാണ് ഞാൻ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. പിന്നെ ഒന്നാണ് ബിഹേവിയറൽ സ്കില്ല്, പെരുമാറ്റച്ചട്ടം. നമ്മൾ മക്കളേനെ അച്ചടക്കം പഠിപ്പിക്കും അല്ലേ, ഓരോ ഡിസിപ്ലിൻ പഠിപ്പിക്കും. അതൊക്കെ പഠിപ്പിച്ചു തുടങ്ങുന്ന ഒരു പ്രായമുണ്ട്. എപ്പോഴാ മുതലാ? നമ്മൾ ചെറുപ്പം മുതൽ തന്നെ പഠിപ്പിച്ചു തുടങ്ങണം.
ഒരു ടിഷ്യൂ നിലത്ത് കിടക്കണ കണ്ടാൽ ആ കുട്ടീനെ കൊണ്ട് ആ ടിഷ്യൂ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത പാരന്റ്സ് ആയിരിക്കാം. നമ്മൾ എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? താഴെ കിടക്കുന്ന കച്ചറ അല്ലെങ്കിൽ എച്ചിൽ അത് താഴെ കിടക്കാനുള്ളതല്ല, അതിന് നിശ്ചിതമായൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് അത് വെക്കണം. അങ്ങനെ ഓരോന്നിനും ഓരോ റൂൾസ്, ഓരോ ഡിസിപ്ലിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഓരോ ബിഹേവിയർ അവിടെ രൂപപ്പെടുകയാണ്, ഓരോ സ്വഭാവം രൂപപ്പെടുകയാണ്. അതൊക്കെ ഈ ഡിജിറ്റൽ ഓട്ടിസം ഉള്ള കുട്ടികളിൽ നഷ്ടപ്പെടുക. എത്തരത്തിലാണ് ബിഹേവിയറിനെ ഇത് ബാധിക്കുക എന്നറിയോ? ഓവർ സ്റ്റിമുലേഷൻ ആയിരിക്കും. അതായത് ഈ വീഡിയോകളിൽ കാണുന്നത് എന്താണ്? ഭയങ്കര സ്പീഡുള്ള വീഡിയോസ്. കൊക്കോമെലൺ, അമ്മ ഓടി വരുന്നു, കുട്ടിയുടെ പിന്നാലെ ഓടിപ്പോകുന്നു. കൊക്കോമെലണില് ഡാഡി അവിടെ കസേരയിൽ ഇരുന്നിട്ട് TV കാണുന്നുണ്ടാവും. അപ്പൊ കുട്ടി ചാടി വന്ന് മടിയിൽ കയറി റിമോട്ട് എടുത്ത് എറിയുന്നു. ഇതായിരിക്കും കോക്കോമെലണിൽ കാണുന്നത്. ഇനി ഒരു കാർട്ടൂൺ ടോം ആൻഡ് ജെറി ആണെങ്കിലോ, എലി ഓടുന്നു, എലിയുടെ പിന്നാലെ വളരെ സ്പീഡിൽ പൂച്ച ഓടുന്നു. അപ്പൊ ഭയങ്കര സ്പീഡി ആയിട്ടുള്ള സീൻസ് ആണ് കുട്ടികൾ കാണുന്നത്. ഇനി ഇത് പ്രദർശിപ്പിക്കുന്നതോ വളരെയധികം ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ്, ലൗഡ് വോളിയം യൂസ് ചെയ്തിട്ടാണ്. ഇതെല്ലാം ഈ കുട്ടിയിലേക്ക് എത്തിച്ചേരുന്നതിലൂടെ ഇവന്റെ തലച്ചോറിനെ അത് വളരെ മോശമായിട്ട് ബാധിക്കുകയാണ്. അവന്റെ ബിഹേവിയറിനെ അത് ബാധിക്കുകയാണ്. എങ്ങനെയാണ് ബിഹേവിയറിനെ അത് ബാധിക്കുന്നത്? അറ്റൻഷൻ ഡെഫിസിറ്റ്, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഇല്ലാണ്ടാവുക, ക്ഷമ ഇല്ലാണ്ടാവുക എന്നുള്ള കാരണങ്ങളൊക്കെ കാണും. അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വളരെ സിമ്പിളായി പറഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് കേട്ട് നിൽക്കാനുള്ള ഒരു ക്ഷമ പോലെ ആ കുട്ടിക്ക് ഉണ്ടാവില്ല. നമ്മളൊരു 3 മിനിറ്റ് സംസാരിച്ചെങ്കിൽ ആദ്യത്തെ 1 മിനിറ്റ് പറഞ്ഞ കാര്യം പോലും ആ കുട്ടിക്ക് കത്തിയിട്ടുണ്ടാവില്ല. ഞാൻ ചെറിയ കുട്ടികളുടെ കാര്യമല്ല പറയുന്നത്, കുറച്ച് മുതിർന്ന ടോഡലർ ആയിട്ടുള്ള 10 വയസ്സിന് ശേഷമുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവിടെ അത് മനസ്സിലാക്കാൻ എടുക്കുന്ന ഒരു ടൈം വളരെ ചെറുതായിരിക്കാണ്. നിങ്ങൾക്കറിയാം ഇന്നത്തെ റീൽസിന്റെ ടൈം എത്രയാ? 3 മിനിറ്റ് ആണല്ലേ. ആ 3 മിനിറ്റിലേക്ക് നമ്മളുടെ ശ്രദ്ധ ചുരുങ്ങിക്കഴിഞ്ഞു. നമ്മളറിയാതെ നമ്മളതിനെ ഹൈജാക്ക് ചെയ്യപ്പെട്ടു. നമ്മൾ മുതിർന്നവർക്ക് ഇതാണ് അവസ്ഥ എങ്കിൽ നമ്മള് ചെറിയ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോ പഠനത്തിൽ അത് ലേണിംഗ് ഡിസബിലിറ്റി ഡിസബിലിറ്റീസ് ആയ പല അസുഖങ്ങളിലേക്ക്, പല ഡിസോർഡറിലേക്ക് അത് മാറാണ്. അസുഖങ്ങളല്ല, പല ഡിസോർഡറുകളിലേക്ക് അത് വഴി മാറുകയാണ്. ബുക്ക് വായിക്കാനുള്ള ഒരു ക്ഷമ, ഇന്ന് എത്ര കുട്ടികൾ നമ്മളെ വീട്ടിൽ ബുക്ക് വായിക്കുന്നുണ്ട്? ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്ന് അല്ലെങ്കിൽ നടന്നോ ഇരുന്നോ കിടന്നോ എങ്ങനെയെങ്കിലും കുറച്ച് സമയം ബുക്ക് വായിക്കാൻ എത്ര മക്കള് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ക്ഷമ കാണിക്കുന്നുണ്ട്? ടോയ്സ് വെച്ച് കളിക്കാന് എത്ര കുട്ടികൾ ക്ഷമ കാണിക്കുന്നുണ്ട്? ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? അമിതമായ ഡിജിറ്റൽ ഉപയോഗങ്ങൾ കൊണ്ട് ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ റിപ്പിറ്റേറ്റീവ് ബിഹേവിയർ ആണ്. റിപ്പിറ്റേറ്റീവ് ബിഹേവിയർ അതായത് ഒരു കാര്യം തന്നെ പലവട്ടം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ കൈ അടിക്കുകയാണെങ്കിൽ കൈ അടിച്ചും കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ചാടി മറിഞ്ഞ് കളിക്കുകയാണെങ്കിൽ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം തന്നെ പലവട്ടമായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്താണ് ഈ റിപ്പീറ്റായിട്ട് ആവർത്തിച്ച് ചെയ്യാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാല്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അവർ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യാണ് അവരുടെ ബ്രെയിൻ എന്ന്. ഈ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. കുഞ്ഞുങ്ങളാണല്ലേ, അത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് പല രീതികളായിരിക്കും. നമ്മൾ സ്ട്രെസ് വന്നാല് ചിലപ്പോ ഒരു മെഡിറ്റേഷൻ ചെയ്യുമായിരിക്കും, അതല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ സോറി, എക്സ്ക്യൂസ് മീ 1 മിനിറ്റ്. താങ്ക് യു. സോ നമുക്കാണെങ്കിൽ ഇത് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള വഴികൾ പലതരത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ മക്കൾക്കാണെങ്കിലോ, അവരിത് കാണിക്കുന്നത് ഇത്തരത്തിലുള്ള റിപ്പീറ്റേറ്റീവ് ബിഹേവിയറിലൂടെ ആയിരിക്കും. അവരുടെ ഈ സ്ട്രെസ്സിനെ അവര് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ അവർ നോക്കുന്നുണ്ടായിരിക്കാം. ഇനി വരുന്ന മറ്റൊരു ബിഹേവിയർ പ്രോബ്ലം ആണ് ദേഷ്യം, അകാരണമായിട്ടുള്ള പേടി. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ബാക്കിൽ പോയിട്ട് കുട്ടിയുടെ പേര് വിളിക്കുകയാണെങ്കിൽ ആ കുട്ടി ഞെട്ടി നിൽക്കും, ഞെട്ടിയിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. അത് കാരണമില്ലാതെ പേടി വരിക.
ഇനി അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ഇതെല്ലാം ഈ എക്സസ് ആയിട്ട് സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നതാ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ ഡിറ്റോക്സിഫിക്കേഷൻ ക്ലാസ്സിൽ ഞാൻ സംസാരിച്ചിരുന്നു അതിനെ പറ്റിയിട്ട്. ഒന്നുകൂടി പറയാണ്, അന്ന് കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഒരു വെളിച്ചാണ് ബ്ലൂ ലൈറ്റ്. ഇത് നമ്മളുടെ കണ്ണുകളിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉറക്കത്തിന് അത് ബാധിക്കും, നമ്മളുടെ ചിന്തകളെ അത് ബാധിക്കും. അത് നമ്മളുടെ കേസാണ്, നമ്മൾ വളർന്ന മുതിർന്ന ഒരു ആൾക്കാരുടെ കേസാണ്. ഇത് വളരെ പരിതാപകരമായ രീതിയിലാണ് കുട്ടികളെ ബാധിക്കുക. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള ബ്ലൂ ലൈറ്റ് അടിക്കുമ്പോൾ കുട്ടികൾ ഇത് നേരത്തെ പറഞ്ഞില്ലേ, കണക്കിൽ പറഞ്ഞില്ലേ, 2.5 മണിക്കൂർ 3 മണിക്കൂറിന് കൂടുതലൊക്കെയാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. അത്രയും സമയം മുഴുവൻ കുട്ടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത്രയും നമ്മൾ കുട്ടികളുടെ കണ്ണുകളിലേക്ക് ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബുദ്ധിമുട്ടുകളും ഭാവിയിലോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലോ പെട്ടെന്ന് തന്നെയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മള് മനസ്സിലാക്കേണ്ടത് ഇത് ഒരിക്കലും ഒരു അസുഖമല്ല, ഇതൊരു അവസ്ഥയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് മാറ്റിയെടുക്കാനുള്ള വഴികളിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. WHO പോലെയുള്ള ഹെൽത്ത് ഓർഗനൈസേഷൻസ് ഇതിനെ അസുഖമായി കണക്കാക്കാത്തത് ഇതിന്റെ കാരണവും സൊല്യൂഷനും നമ്മൾ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ്, ഒരു തരത്തിൽ പറഞ്ഞാല്. കാരണം ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട പ്രായത്തിലാണോ നമ്മളത് കൊടുക്കണതെന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ജോലി എളുപ്പമാക്കാന് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാന് യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാരണങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ അത് അവനെ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ നശിപ്പിക്കുകയാണ് ചെയ്യണത്. പക്ഷെ എന്നാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ ഒരു ഡിജിറ്റൽ ഡിവൈസസ് ഇല്ലാതെ മക്കളെ വളർത്താൻ പറ്റുമോ, നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതുമില്ല. കാരണം ഡേ ബൈ ഡേ വേൾഡ് ഈസ് അപ്ഡേറ്റിംഗ്. ലോകം ദിവസം പ്രതി അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് അതിലാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ അപ്ഡേഷന്റെ നമ്മൾ വഴി ചേർന്നില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോവും. നമുക്ക് മുന്നേ നടക്കാൻ ഒത്തിരി പേരുണ്ട് ഇവിടെ, സ്കില്ല് കൊണ്ടും മറ്റ് പല ഗുണങ്ങൾ കൊണ്ടും മുന്നേറാന് തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോയി. പക്ഷെ അപ്പൊ എന്താ വേണ്ടത്, മക്കളെ നമ്മൾ എതിർക്കുക അല്ലെങ്കിൽ ഡിവൈസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞതിന്റെ ഒരു പോംവഴി. നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഉപയോഗിക്കേണ്ട രീതികളെ കുറിച്ച്, നല്ല രീതിയിൽ എങ്ങനെ ഈ ഡിവൈസിനെ, ഏത് ഡിവൈസ് ആയാലും, ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ പറയും TV നമ്മൾ ദൂരെ വെച്ചിട്ടല്ലേ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറയും. പക്ഷെ അതും സ്ക്രീൻ ടൈം തന്നെയാണ്. നമ്മൾ അടുത്ത് കൈകളിൽ വെച്ച് കാണുന്നില്ലെങ്കിലും അതും സ്ക്രീൻ ടൈമിൽ പെടും. അതും പറഞ്ഞ കാരണങ്ങളൊക്കെ അതിൽ നിന്നും ഉണ്ടാവും. അപ്പോ എഡ്യൂക്കേറ്റ് ചെയ്യുക, കുട്ടികളെ ആണെങ്കിലും നമ്മള് ടീനേജിലുള്ള മക്കളാണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മൾ പോലും എഡ്യൂക്കേറ്റഡ് ആയി വരിക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി. ആവശ്യമുള്ളത് മാത്രം സെർച്ച് ചെയ്ത് വെക്കുന്ന, റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന ഒരു യൂട്യൂബ് നമുക്ക് ഉണ്ടാവുക. നമ്മുടെ ജിമെയിൽ ID ഒക്കെ നമ്മുടെ ഇന്നത്തെ ഫോണ് തന്നെ അതിനെ സഹായിക്കുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ തന്നെ ഫോണിന്റെ സെറ്റിങ്സ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം സ്ക്രീൻ ടൈം കൺട്രോൾ ചെയ്യാനുള്ള ആപ്പ് സെറ്റിങ്സും പിന്നെ പാരന്റൽ കൺട്രോൾ സെറ്റിങ്സും എല്ലാം നമ്മുടെ ഫോണിൽ, സാധാരണ ഒരു ഫോണിൽ പോലും ഉണ്ട്. ഓക്കെ, മിൻഹമം പറയുന്നുണ്ട് ടൈമിംഗ് ആൻഡ് കണ്ടന്റ്. മിൻഹമം മൈക്ക് എടുത്തൊന്ന് പറയാമോ മാം എന്താണ് ഉദ്ദേശിച്ചതെന്ന്? ഹലോ. ഓക്കെ ഫൈൻ മാം, മൈക്ക് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം ഇൻഷാല്ലാ. ഓക്കെ, അപ്പോ ഇത്തരത്തിലാണ്. ഇനി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾക്ക് പുറമെ കുറച്ച് മക്കൾ ശ്രദ്ധിക്കാനുള്ള കാര്യം പറഞ്ഞതാണ്. അതെ അതെ, ടൈമിങ്ങും കണ്ടന്റും ഒക്കെ, എന്ത് കണ്ടന്റ് ആണ് ഈ കുട്ടികൾ കാണുന്നത് എന്നുള്ള നമുക്ക് കൺട്രോൾ ചെയ്യാന് പാരന്റിങ് കൺട്രോൾ പോലെയുള്ള കൺട്രോൾസ് നമ്മുടെ ഫോണിലുണ്ട്. ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിൻസ് ഒക്കെ നമുക്കത് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുവഴി നമുക്ക് എന്താണ് കണ്ടന്റ് കാണുന്നുള്ളതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് അവരെ നമ്മളൊരു നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യാനും പറ്റും.
ഓക്കെ. ഇനി ഓട്ടിസം അല്ലെങ്കിൽ സോറി, ഡിജിറ്റൽ ഓട്ടിസം മൂലം സംഭവിക്കുന്ന വേറെ കുറച്ച് ലക്ഷണങ്ങളാണ് ടിക്സ് എന്ന് പറയുക. ടിക്സ് എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുക, അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങള്. അതുപോലെ ഉം, പെട്ടെന്നുള്ള റിയാക്ട് ചെയ്യപ്പെടുക, പെട്ടെന്ന് ആങ്സൈറ്റി കൂടി വരിക. ആങ്സൈറ്റി കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം, ഇത് കയ്യിൽ നിന്ന് മാറുമ്പോൾ അവർക്ക് വളരെയധികം ദേഷ്യം അനുഭവപ്പെടും. ഹലോ. യെസ് മാം. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? യെസ് യെസ്. ഓക്കെ. എന്തോ ലോഡിംഗ് ആയിട്ട് കണ്ടോ, ഞാൻ നെറ്റ് പോയോ എന്ന് സംശയിച്ചു. ഓക്കെ ഓക്കെ. അപ്പോ ടിക്സ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു ശരീരം കൊണ്ട് ഇങ്ങനെ ഞെട്ടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില മക്കള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള സൗണ്ട് പ്രകടിപ്പിക്കും. ഒരു മൂളലോ, അവര് പോലും അറിയാണ്ടായിരിക്കും അത് പ്രകടിപ്പിക്കുക. ഒരു മൂളലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സൗണ്ട് അവർ പ്രകടിപ്പിക്കും. അത് നമ്മള് അവരുടെ ഓരോ ആക്ഷനിലും സംസാരത്തിലും ഒക്കെ അവരത് പ്രകടിപ്പിക്കും. അമിതമായ ഭയം, അതായത് ആങ്സൈറ്റി അവരിൽ ഉണ്ടായിരിക്കും. ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇത് ഓട്ടിസം ആണെന്ന് പലരും തെറ്റിദ്ധരിക്കും. അതായത് ഓട്ടിസത്തിന്റെ വേർഷൻ കൂടുതലാണ്, അതായത് ലെവല് കൂടുതൽ. നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റും അതിനെ കാണേണ്ട രീതികളൊക്കെ വ്യത്യാസമുണ്ട്. ഡിജിറ്റൽ ഓട്ടിസം എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അതൊരു മാനസിക ജന്യ ശാരീരിക രോഗമല്ല, ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ മെഡിക്കേഷൻ വഴി അത് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഇത്തരത്തിലുള്ള കാരണങ്ങളെ ഇല്ലാതാക്കിയാൽ മതി. സൊല്യൂഷൻ എന്ന് പറയുന്നത് കുട്ടികളെ ഫിസിക്കലി കണക്ട് ചെയ്യിക്കുക, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യിക്കുക, ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റിലേക്ക് വരിക. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഒരു എന്താ പറയാ സംസാരിക്കാൻ, വീട്ടിലുള്ള ആളുകൾ തമ്മിൽ സംസാരിക്കാനുള്ള സമയം വെക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെക്കുക. ചാറ്റിൽ ചോദിക്കുന്ന ഡിജിറ്റൽ ഓട്സ് ബർത്ത് ടൈം ഒരിക്കലും അല്ല, ഇത് ബർത്ത് ടൈം വരുന്ന കാര്യമല്ല. അത് ഞാൻ പറഞ്ഞത് ഇതൊരു അവസ്ഥയാണ്. നമ്മൾ ഈ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന അവസ്ഥയാണ്. ഓട്ടിസം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്, അതായത് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിഫറൻസ് ആണ്, അല്ലെ ഡിസോർഡേഴ്സ് ആണ്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് അതിന്റെ ഫുൾ നെയിം. അതൊരു ഡിസോർഡർ ആണ്. ഓക്കെ, രണ്ടും രണ്ട് തന്നെയാണ്. ഈ ഡിജിറ്റൽ ഓട്ടിസം എന്ന പേര് വരാനുള്ള കാരണം ഓട്ടിസത്തിന്റെ പല ലക്ഷണങ്ങളിലേക്കും എക്സസ് ആയിട്ട് അധികമായിട്ടുള്ള സ്ക്രീൻ ടൈം മൂലം വരുന്നത് കൊണ്ടാണ്. അതായത് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ, നേരത്തെ സൂചിപ്പിച്ച ബിഹേവിയറൽ ഇഷ്യൂ, സെൻസറി ഇഷ്യൂസ് എല്ലാം വരുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ഡിജിറ്റൽ ഓട്ടിസം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സൊല്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞാല് മെയിൻ ആയിട്ട് നമ്മൾ കുട്ടികളെ ഹാൻഡ് ഓൺ പ്രാക്ടീസസിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയാ ഒരു ട്രെൻഡ് എന്ന രീതിയിൽ തന്നെ ഉള്ളൊരു കാര്യമാണ് പോട്ട് മേക്കിംഗ്, ക്ലേ മോഡലിംഗ്, അതുപോലെയുള്ള കാര്യങ്ങൾ. അത് നമ്മളുടെ ഹാൻഡ് ആൻഡ് ബ്രെയിൻ കോർഡിനേഷൻ വർദ്ധിപ്പിക്കും. നമുക്ക് അത്തരത്തിലുള്ള ടോയ്സ് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ സ്റ്റെം പോലെയുള്ള, സ്റ്റെം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സ്റ്റെം എഡ്യൂക്കേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സ്റ്റെം പോലെയുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ടോയ്സ് നമുക്ക് വളരെ ചെറിയ വിലയിലും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും, ഓൺലൈൻ സൈറ്റുകളിലൂടെയും ഫിസിക്കൽ ഷോപ്പുകളിലൂടെയും ഒക്കെ. ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്ലോക്സ്. കുഞ്ഞു മക്കൾക്ക് നമ്മൾ എല്ലാ വീട്ടിലും എല്ലാ കുട്ടികൾക്കും വാങ്ങിച്ചു കൊടുക്കുന്ന ഒന്നാണ് ബ്ലോക്സ്. ഇങ്ങനെ മുകളിൽ വെച്ച് അവര് വീടും പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കളിക്കുന്ന ഒരു ബ്ലോക്സ് ഉണ്ടല്ലോ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അത്തരത്തിലുള്ള ടോയ്സുകളിൽ കളിക്കുക. മക്കളേക്ക് ടോയ്സ് ഇട്ട് കൊടുത്തിട്ട് കളിച്ചോ എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. നമ്മളൊരു 10 മിനിറ്റ് എങ്കിലും അവരുടെ കൂടെ ഇരുന്ന് കളിക്കുക. അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളുടെ പ്രസൻസ് ആണ്. നമ്മൾ പാരൻസിന്റെ പ്രസൻസിലൂടെ അവരുടെ കാര്യങ്ങൾ, കാരണം എന്താന്ന് വെച്ചാല് കുട്ടികൾക്ക് അറ്റൻഷൻ വളരെ നിർബന്ധമാണ്, പ്രശംസ വളരെ ഇഷ്ടമാണ്.
അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരാള്, അവരെ കാണാൻ ഒരാളുണ്ട്, അവര് ചെയ്യുന്നത് കണ്ട് കേൾക്കാൻ ഒക്കെ നമുക്ക് ഒരാളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഭയങ്കര പോസിറ്റീവ് ഫീൽ തരും. അപ്പൊ ഈ ടോയ്സ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മള് പോരാതെ ആ ബ്ലോക്സിന്റെ കൂടെ നമ്മളും അവരോട് കൂടെ ഇരുന്നിട്ട് ബ്ലോക്സിൽ ഓരോന്ന് നിർമ്മിച്ച് കാണിച്ചു കൊടുക്കുക. സ്വാഭാവികമായിട്ടും അവരും അത് കളിക്കും. ഇനി അതല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ബുക്ക് മേടിച്ചു കൊടുത്ത് നമ്മൾ ഒരുപാട് ക്യാഷ് ചെലവുള്ള കാര്യങ്ങളൊക്കെ മുടക്കി നമ്മൾ ഇതിന് മുന്നിടേണ്ട ആവശ്യമൊന്നുമില്ല. സ്ക്രീൻ ടൈം കുറക്കാൻ വേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. അതുപോലെ ഗാർഡനിങ്ങിൽ നമുക്ക് അവരെ ഉൾപ്പെടുത്താം. കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ മാറ്റി നിർത്തരുത്. നമ്മൾ ഇവന്തോ നമ്മളുടെ കിച്ചൺ ടൈമിൽ പോലും അവരെ ഉൾപ്പെടുത്താം. നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ അവരേനും കൂടെ നിർത്തി ചെറിയൊരു ഉരുള കൊടുത്ത് അവർക്കും പരത്താനുള്ള സൗകര്യം കൊടുക്കുക, പൊടിയിടാനുള്ള സൗകര്യം കൊടുക്കുക. അതുപോലെ നമ്മളെ കൂടെ നിന്ന് നമ്മളിത് ചെയ്യുമ്പോൾ ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോൾ അവരോട് പറയാ, മിക്സി എടുക്കാനെ, മിക്സിയിൽ വെള്ളം ഒഴിച്ചു, നീ എന്താ ഒഴിക്കുന്നേ, നമ്മൾ തേങ്ങ ഇടാൻ പോവാണ്, തേങ്ങയുടെ കളർ എന്താ, അങ്ങനെയുള്ള ഇന്ററാക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ വരുത്താം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മറുപടി പറയാനുള്ള ചോദ്യങ്ങളായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് വളർത്തുന്ന രീതിയിലുള്ള ടോക്സ് നമ്മൾ മുന്നോട്ട് വെക്കുക. ഇപ്പൊ ബ്ലോക്സ് കളിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചുവപ്പ് റെഡ് കളറിലുള്ള അല്ലെങ്കിൽ ചുവപ്പ് കളറിലുള്ള ബ്ലോക്സ് ഒക്കെ ഉമ്മിക്ക്, യെല്ലോ കളറിലുള്ള മഞ്ഞ കളറിലുള്ള ബ്ലോക്സ് ഒക്കെ മോനിക്ക്. അപ്പോ അവനെന്തായി, അതിൽ നിന്നും ആ കളർ മാത്രം തെരഞ്ഞെടുത്ത് ഇനി എന്താ ഉണ്ടാക്കാൻ കഴിയുക, 3 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് എന്താ ഉണ്ടാക്കാൻ പറ്റുക. നമ്മൾ ചിലപ്പോ ഒന്ന് തോറ്റു കൊടുക്കാം, അപ്പൊ അവര് ജയിക്കും. അല്ലെങ്കിൽ നമ്മൾ ജയിച്ച് അവനെ തോൽപ്പിക്കുകയും ചെയ്യാം. രണ്ടും ഇടകലർത്തി നമുക്ക് പ്ലേ ടൈം നമുക്ക് വളരെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റും. ഇത് നേരെ മറിച്ച് നമ്മളും സ്ക്രീൻ ടൈമിലാണ്, അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികളും സ്ക്രീൻ ടൈമിലാണ്. അവർ കാണുന്നതാണ് അവർ ചെയ്യുക. കുട്ടികൾ എന്ന് പറയുന്നത് ക്യാമറ കണ്ണുകളാണ്, സ്പോഞ്ചുകളാണ്. അവർ കാണുന്നത് അവർക്ക് പകർത്തിയെടുക്കും, അവര് കേൾക്കുന്നതും അനുഭവിക്കുന്നതും അവർ ഒപ്പിയെടുക്കും. അവർക്ക് ഫീൽ ചെയ്യണം, എല്ലാം അവർക്ക് ഫീൽ ചെയ്താലും മാത്രമേ അവരത് അനുഭവിക്കും. നമ്മളെ ചെറുപ്പകാലത്തൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്കൊക്കെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്, ചൈൽഡ്ഹുഡ് ഓർമ്മകളുണ്ട്. ഇന്നത്തെ കാലത്തെ മക്കൾക്ക് അതുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞ് പരിതമിക്കുന്നതിന് പകരം നമ്മൾ അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നിന്ന് കേട്ടതാണ്, സത്യത്തിൽ ഇന്ന് നമുക്ക് ടൈം ഇല്ല എന്ന് പറയുന്നത് പച്ചക്കള്ളല്ലേ. പണ്ടത്തെ ആൾക്കാർക്കല്ലേ സമയമില്ലാത്തത്, കാരണം അവർക്കന്ന് മിക്സി ഇല്ല, വാഷിംഗ് മെഷീൻ ഇല്ല, അങ്ങനത്തെ ഒരു ഉപകരണങ്ങളും ഇല്ല. നമുക്കിന്ന് എന്തൊക്കെ എല്ലാ ഉപകരണങ്ങളാ. എന്തിനാ നമുക്ക് ഇപ്പോ AI വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോലുള്ള മെഷീൻ അടക്കം വന്നു, റൊട്ടി മേക്കർ വന്നു. നമ്മള് ഇന്ന സാധനമാണെന്ന് പറഞ്ഞു കൊടുത്ത ഇൻഗ്രീഡിയൻസും കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് ഫുഡായിട്ട് നമുക്ക് കിട്ടും. അത്തരത്തില് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോകത്ത് നമ്മൾ ജീവിച്ചിട്ട് നമുക്ക് സമയമില്ല നമ്മളുടെ ഫാമിലിയുമായിട്ട്, നമ്മളുടെ കുട്ടികളുമായിട്ട്, നമ്മൾക്ക് തന്നെ സെൽഫായിട്ട് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ടൈമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് കള്ളല്ലേ. നമ്മൾ തന്നെ നമ്മളൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന്റെ മറുപടി നമുക്ക് കിട്ടും അല്ലേ. അപ്പൊ ഈ എക്സസീവ് സ്ക്രീൻ ടൈം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ഇല്ലാണ്ടാക്കി ഈ ഡിജിറ്റൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു അവസ്ഥേനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടച്ചു നീക്കാൻ കഴിഞ്ഞാല് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ, വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ജനറേഷൻ നമ്മുടെ നാടിന് കിട്ടും, നമ്മുടെ ലോകത്തിലുണ്ടായിരിക്കും. ഒരുപാട് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ, ഒരുപാട് പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റിയ ഒരു ബെറ്റർ ഫ്യൂച്ചർ നമ്മുടെ വേൾഡിൽ തന്നെ സംഭവിക്കും. അതിന് ഞാനൊരാള് മുന്നിട്ട് വരാ എന്നുള്ളത് തുടങ്ങി വെക്കുക, അതോടൊപ്പം നമ്മുടെ പിന്നാലെ അണിചേർക്കാൻ ആളുകളെ നമ്മൾ കൂട്ടുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫില് അല്ലെങ്കിൽ നിങ്ങളോട് ബന്ധപ്പെട്ട ആളുകളുടെ ലൈഫില് പ്രാവർത്തികമാക്കാൻ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിംഗ് ദിസ് മച്ച് ടൈം. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ, എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ?
ആർക്കൊന്നും പറയാനില്ലേ? ഡിജിറ്റൽ ഓട്ടിസം എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്നാണോ? രണ്ട് കാര്യങ്ങൾ കൊണ്ട് ആരും ഒന്നും പറയില്ല. ഒന്നെങ്കിൽ ഒന്നും മനസ്സിലാവാണ്ട്, അല്ലെങ്കിൽ എല്ലാം മനസ്സിലായത് കൊണ്ട് ഇതിലേത് അവസ്ഥയാണെന്ന്. അതെ അതെ. അല്ല മാം, അത് നമ്മള് ആ, എങ്ങനെയാണ് അതിനെ ഇത് ചെയ്യാന്നുള്ള ക്യൂർ പറഞ്ഞില്ലേ? അപ്പൊ അതില് ആ, ആ. അതാണ് ആപ്ലിക്കബിൾ ആക്കാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും എല്ലാരും ആലോചിക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ. അപ്ലിക്കബിൾ ആക്കാനും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഒരു സെൽഫ് അവയർനെസ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കണ്ട് നമ്മളെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം എന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ ഭാവി ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല, ഒരു നിമിഷം കൊണ്ട് ഉണ്ടാവുന്നില്ല. അതിന് ഒരുപാട് ബാക്ക് ആയിട്ടുള്ള കാര്യം, ഹാർഡ് വർക്ക് ഉണ്ട്, ഡെഡിക്കേഷൻ ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലേക്ക് എത്തിക്കേണ്ട പല സംഗതികളും ഇത്തരത്തിലുള്ള അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇല്ലാതാവുകയാണ്. അപ്പോ ആ യെസ്. ഒരു അവയർനെസ് നമ്മൾ ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാം. കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫോൺ എടുത്തു വെച്ച് ഒളിപ്പിച്ച് വെച്ച് അല്ലെങ്കിൽ ഇതെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയല്ല വേണ്ടത്. അവർക്ക് ആവശ്യമുള്ളത് കാണട്ടെ, അവർ പഠിക്കട്ടെ. ഇപ്പൊ ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടികളാണ് എൻ്റെ കുട്ടികൾ. പക്ഷെ ഞാൻ അവർ പഠിക്കുന്ന ഓരോ ഇന്റർവെല്ലിലും ഞാൻ പോയി ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാല് ഇതിനൊക്കെ പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും. യെസ്. ഒരുപാട് ഐഡിയാസ് ഉണ്ട് ഇത്തരം മൊബൈൽ അഡിക്ഷനിൽ നിന്നൊക്കെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാം. പക്ഷെ അതൊന്നും പാരന്റ്സിന് അതിന് സമയമില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്, അല്ലേ? പക്ഷെ സമയം കണ്ടെത്തേണ്ടിയിരുന്ന സമയമുണ്ട്, ഒരുപാടുണ്ട്. 24 മണിക്കൂർ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ സ്ക്രോൾ ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള ജോലികൾ പകുതിയും അവിടെ ഇട്ടൊക്കെ മടി പിടിച്ചിട്ടൊക്കെ എല്ലാവരും എന്താണ് കുട്ടികളെ ശ്രദ്ധിക്കാതെ പോവാണ്. അവസാനം ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നതും ആ പാരന്റ്സ് തന്നെയാണ്, അല്ലെ? ഇപ്പൊ ഇന്ന് ഈ ഡിജിറ്റൽ ഓട്ടിസം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. ഇന്ന് അത് ക- പരിചിതമായ ഒരു വാക്കായി അതെ മാറി. അതെ അതെ അതെ. അതുപോലെ തന്നെ ഡിജിറ്റൽ അംനീഷ്യ ഇപ്പൊ വരുന്ന അത്തരം രോഗങ്ങളുടെ പേരിൽ ഒരു ഉം. ഡിജിറ്റൽ ചേർത്താൽ അതെ ഒരു അതെ. അസുഖമായി, അല്ലേ? തീർച്ചയായിട്ടും. ഓട്ടിസത്തിന്റെ കൂടെ ഒരു ഡിജിറ്റൽ ചേർക്കുമ്പോൾ ഡിജിറ്റൽ ഓട്ടിസം. അതുപോലെ അംനീഷ്യയുടെ കൂടെ പിന്നെ അതുപോലെ ഇത്തരം ഗാഡ്ജറ്റ് യൂസ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഏത് തരം രോഗങ്ങളുടെ ഫ്രണ്ടിലും ഒരു ഡിജിറ്റൽ ചേർത്താൽ ആ രോഗത്തിന് പേരായി. പണ്ടുള്ള ബന്ധപ്പെട്ട് അസുഖങ്ങൾ എന്ന് പറയുന്നത് കിടക്കാണ്, അതെ ബന്ധപ്പെട്ട് അതെ അതെ. പോവുകയാണ് അത്. അതെ. കാരണം അതില്ലാതെ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ പാരന്റ്സിന് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടല്ല. ഉം. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കുറച്ചു സമയം അതെ. അവരുടെ ജോലി നടത്താൻ ഈ കുട്ടി ശല്യമാണെങ്കിൽ കുട്ടി പഠിക്കാതിരുന്നാല് പഠിച്ചാ മൊബൈൽ തരാം എന്നാണ് പറയുന്നത്. അതായത് കണ്ടീഷനിങ് ആണ്. പഠിച്ചാൽ ഇന്നത് തരാം എന്നല്ല, പഠിച്ചാൽ മൊബൈൽ തരാം. അപ്പൊ ഇത്തരം കണ്ടീഷൻസിലേക്കൊക്കെ നമ്മൾ തന്നെയാണ് നമ്മളെ മക്കളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്, അല്ലെ? ഒരു കുഞ്ഞൊരു പിച്ചാത്തി എടുത്ത് കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കത്തി എടുത്ത് കളിക്കുകയാണെങ്കിൽ നമ്മൾ അത് കൊടുത്തിട്ട് മിണ്ടാതിരിക്കോ? ഈ പറയുന്ന തീർച്ചയായും. പോലെ ആ കുട്ടി എന്തെങ്കിലും ഒരു അപകടകരമായ സിറ്റുവേഷനിൽ കളിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? എത്ര കരഞ്ഞാലും അതിനെ നമ്മൾ തടയും. ഈ തട നമ്മൾ എന്ത് ചെയ്യണം? ഈ മൊബൈലിന്റെ കാര്യത്തിൽ നമ്മൾ കൊണ്ടുവരണം. പിന്നെ എക്സാക്ട്ലി. നമുക്ക് കൂട്ടമായിട്ട് വേണമെങ്കിൽ കുറെ കുടുംബത്തിലെ തന്നെ കുറെ കുഞ്ഞുങ്ങളെയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഈ നമുക്കിപ്പം ഒരു കുടുംബ സംഗമം നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദർ വന്ന സമയത്ത് കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ അവർക്ക് അവയർനെസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് കുട്ടികൾക്ക് മൾട്ടി റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ടോക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾ എത്ര സമയം മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്? ഈ മൊബൈൽ കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ, എന്തൊക്കെയാണ് ദോഷങ്ങൾ? എന്നിട്ട് ഇവര് തന്നെ ഇവരുടെ ഫ്രണ്ട്സിന് അവയർനെസ് കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജ് ഒക്കെ പാസ് ചെയ്തുകൊണ്ടിരിക്കണം. അതൊക്കെ നമുക്ക് ഈ കുടുംബത്തിൽ ഒരുപാട് പേർക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. ഉം. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കല്ല. നമുക്ക് ഈ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മക്കളെ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണറെ നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. അത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഇല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ ബന്ധു, നമുക്ക് വേണ്ടുന്ന ഒരു ബന്ധു, നമുക്ക് ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, അങ്ങനെയൊക്കെ ഉള്ളവരെ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഐഡിയാസ് നമുക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ മൊബൈൽ യൂസേജിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്
കുട്ടി അതിന്റെ തെറ്റും ശരിയും അവൻ സ്വയം പഠിക്കുകയാണ്. അവൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അവൻ തന്നെ സ്വയം മനസ്സിലാക്കുകയാണ്. ഇത് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല. എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നുള്ളത് അവർക്കറിയില്ല. അവർക്ക് ആ കുറഞ്ഞ സമയത്ത് ആ സ്ക്രീനിൽ കാണുന്ന എന്തൊക്കെയോ ആണ് അവരെ മാറ്റിമറിക്കുന്നത്. അതുപോലെ കുട്ടികളുടെ വായനാശീലം, മാം പറഞ്ഞു എത്ര കുട്ടികൾ ബുക്ക് എടുത്ത് വായിക്കുന്നുണ്ട്. വായിക്കുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ലൗഡ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു തെറാപ്പി പോലെയാണ്. അത് കുട്ടികൾക്ക് ഈ സ്പീക്കിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അവരുടെ ഈ സംസാരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മാറാനും ഒക്കെ ലൗഡ് റീഡിംഗ് ഒരുപാട് സഹായിക്കും. അപ്പൊ അതൊക്കെ നമ്മള് സ്കൂൾ ഗ്രൂപ്പ് വഴി നമുക്ക് ടീച്ചേഴ്സുമായിട്ടൊക്കെ ടൈപ്പ് ആയിട്ട് അങ്ങനെ ഒരു റീഡിംഗ് ഗ്രൂപ്പുകളൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. നമ്മുടെ കുട്ടികളെ എങ്ങനെയൊക്കെ നേരെ കൊണ്ടുവരാൻ പറ്റും അത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വന്ന് നമുക്ക് മറ്റുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനൊന്നും ആർക്കും മെനക്കെടാൻ വയ്യ. ഇപ്പൊ തന്നെ മലയാളം എന്റെ മോനെ കൊണ്ട് മലയാളം വായിപ്പിച്ചു. ഇനി അത് ഗ്രൂപ്പിലേക്ക് അയക്കണം. ഹിന്ദി വായിപ്പിക്കാനുണ്ട്. അപ്പൊ ആ ഒരു റീഡിങ്ങിന് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ഞങ്ങൾ പാരന്റ്സ് റിക്വസ്റ്റ് ചെയ്തിട്ട് അത് അവര് സ്കൂൾ അധികൃതർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നതാണ്. അപ്പൊ അതൊക്കെ വെരി ചെയ്യാം. ഗുഡ്. അതിലൂടെയൊക്കെ ഈ കുട്ടികളുടെ പുസ്തക വായന അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മള് ഓരോ ആൾക്കാരെ ചോദിക്കണം, കുട്ടിയുടെ മൊബൈൽ അഡിക്ഷൻ ഒഴിവാക്കാൻ എന്താ ചെയ്യുക? എന്തൊക്കെ ചെയ്യാം അല്ലേ? അതെ, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ നമ്മൾ ആരും ഒരു ട്രെയിനറോ സൈക്കാട്രിസ്റ്റോ കൗൺസിലറോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. യെസ്. മെയിനായിട്ട് ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും ഒരു അറ്റൻഷൻ കിട്ടുക, അല്ലെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവർക്ക് റിവാർഡ്സ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇപ്പൊ യെസ്. സ്കൂളിൽ തന്നെ കാര്യം ആലോചിച്ച് നോക്കിയാല് അവർ പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മാർക്കിന് വേണ്ടിയിട്ടാണ്. മാർക്ക് കിട്ടുന്നത് അതെ. എന്തിനാണ്? ഫ്രണ്ട്സിന്റെ ഇടയിൽ ആളാവാനാണ്. ഈ ആളാവുക അതെ. എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ട് എടുത്തു നോക്കിയിട്ട് നമ്മൾ അവർ ചെയ്യുന്ന ഒരു ബുക്കിന്റെ ഒരു പേജ് വായിച്ചു കഴിഞ്ഞ്, ഇപ്പോൾ മാം പറഞ്ഞു മാമിന്റെ മോന് ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് വായിച്ചു, അതിനൊരു എക്സാമ്പിൾ ആക്കി എടുക്കുക. അത് വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചറുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഒരു സ്റ്റിക്കർ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ മാം വെരി ഗുഡ് എന്നുള്ളൊരു വാക്കായിരിക്കും പറയുന്നുണ്ടാവുക. അത് അവന്റെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. അതെ. അപ്പോ നമ്മൾ അത് മനസ്സിലാക്കി അത്തരത്തിലുള്ള ഒരു റിവാർഡ് സിസ്റ്റം, അവരുടെ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ വീട്ടില്, നമ്മളുടെ പാരന്റ്സിന്റെ ഇടയിൽ, നമ്മളെ മാതാപിതാക്കൾക്കിടയിൽ തന്നെ മാത്രം, പുറത്തൊന്നും ആരോടും പറഞ്ഞ് എന്റെ കുട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയണ്ട. നമ്മളും ഉമ്മയും ഉപ്പയും അടങ്ങുന്ന മാതാപിതാക്കൾ, സിബ്ലിങ്സ് അടങ്ങുന്ന പിയർ ഗ്രൂപ്പ് അടങ്ങുന്ന ആ ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിലെങ്കിൽ അവനൊരു റെക്കഗ്നീഷൻ കൊടുത്തു കഴിഞ്ഞാല്, ആ റെക്കഗ്നീഷൻ കിട്ടിക്കഴിയുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ ഓഫ് കോഴ്സ് അവൻ ശ്രമിക്കും. ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് പറയണ അത് അവർ ശ്രമിക്കും. യെസ്. അപ്പൊ അങ്ങനത്തെ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ, ഇപ്പൊ ആ. ഇന്നത്തെ കാലത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ ചിന്തിക്കാന് നമ്മൾക്ക് നമ്മുടെ കയ്യിലുള്ള ഫോൺ തന്നെ മതി. മെറ്റ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഫോണിൽ അവൈലബിൾ ആണ്. നമ്മൾ വാട്സപ്പിന്റെ കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ മെറ്റയിൽ നമ്മൾ ചോദിച്ചാൽ മതി, ഇന്ന് ഞായറാഴ്ചയാണ്, സപ്പോസ് ഇന്ന് ഞായറാഴ്ചയാണ്, രാവിലെ 8 മണിക്ക് എൻ്റെ കുഞ്ഞ് ഉണർന്ന് രാത്രി ഒരു 7 മണി 8 മണി 8:30 9 മണി 9 മണി ഉള്ളിൽ എൻ്റെ മകൻ ഉറങ്ങുന്നത് വരെ ആ കുട്ടിയുടെ ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആക്കാൻ ആസ് എ പാരന്റ് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് അടിച്ചു കൊടുത്താലേ ഓഫ് കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മെറ്റ ഇങ്ങോട്ട് പറഞ്ഞു തരും. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് അതിൽ നിന്നൊരു 2 ആക്ടിവിറ്റി ആ കുട്ടിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ തന്നെ ആ കുട്ടിയുടെ അന്നത്തെ ദിവസം പ്രൊഡക്റ്റീവായി. യെസ്. അതിന് നമ്മൾ ഒരു മഞ്ചോ ഒരു ഡയറി മിൽക്ക് സിൽക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും, ഇനി ഒന്നും വേണ്ട, ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ക്കോ ജ്യൂസോ ഉണ്ടാക്കി കൊടുത്താലും അവൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നീട് അടുത്ത ഞായറാഴ്ച വരുമ്പോൾ അവൻ ഇങ്ങോട്ട് ചോദിക്കും, ഉമ്മി അന്നത്തെ പോലത്തെ ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം. പക്ഷെ ഒരു കാര്യം അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ആക്ടിവിറ്റി കൊടുത്ത് നമ്മൾ അപ്പുറത്തെ റൂമിൽ പോയിട്ട് മൊബൈൽ നോക്കിയിരിക്കരുത്. നമ്മൾ ആ കുഞ്ഞിനോടൊപ്പം സഞ്ചരിക്കണം. നമ്മൾ ആ കുഞ്ഞിനോടൊപ്പം ആ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവണം. അതിന്റെ ഒരു എന്താ പറയാ മാധുര്യമുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞ മാതൃത്വം, മദർഹുഡ് എന്ന് പറയുന്നത് അതൊക്കെയാണ്. അത്തരത്തിലൂടെയൊക്കെയാണ് ഇന്നത്തെ മക്കളെ പാരന്റിങ് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം പാരന്റിങ് ഇസ് എ ടഫ് ജോബ്. ഏതൊരു ജോലിനേക്കാളും വളരെ ടഫായിട്ടുള്ള കാര്യമാണ് പാരന്റിങ് എന്ന് പറയുന്നത്. കാരണം ഒരു വീട്ടിൽ ഒരു കുഞ്ഞല്ല, രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ കുഞ്ഞുങ്ങളുണ്ട്. മിനിമം 4 മക്കൾ വരെയുള്ള കുട്ടികളുള്ള വീട് വരെ നമ്മളെ നാട്ടിലുണ്ട്. അപ്പൊ ഈ 4 കുട്ടികളുടെ രീതികളും സ്വഭാവങ്ങളും ചിട്ടകളും ഒക്കെ വ്യത്യാസമായിരിക്കും. ഈ 4 ആളെയും കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഒരു പാരന്റും.
മോസ്റ്റ് ഓഫ് ദ Yes. കേസ് ഹസ്ബൻഡ് പുറത്തായിരിക്കും. നമ്മൾ ഉമ്മമാരാണ് അതിന്റെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് എ ഈസി ജോബ്, ബട്ട് അത് വി തന്നെ. ക്യാൻ മേക്ക് ഇറ്റ് ആസ് ഈസി. അതുപോലെ ഇപ്പൊ ഞാനും എന്റെ സിസ്റ്ററും കൂടെ ഒരുമിച്ച് ഞങ്ങളുടെ കുട്ടികളെ വായിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നിട്ട് അപ്പൊ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് താമസിക്കുന്നത്. ഗൂഗിൾ മീറ്റിലൂടെ അവരെ ഇരുത്തിയിട്ട് വായിപ്പിക്കുന്ന ആരെങ്കിലും ഒരു പാരന്റ് ഇരിക്കും. സമയമുള്ള ഒരു പാരന്റ്, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ എന്റെ സിസ്റ്റർ. അപ്പൊ ഓക്കെ. എന്റെ മോൻ തന്നെ അവനോട് പറയാണ്, നിന്റെ സ്കില്ല് കാണിക്കടാ, അതായത് വായനയിൽ നിന്റെ സ്കില്ല് കാണിക്കണം കാണട്ടെ. അപ്പൊ അവര് തമ്മിലൊരു കോമ്പറ്റീഷൻ വന്നു അവിടെ. അതെ അപ്പൊ അതെ അതെ. അത് തന്നെ ഇപ്പൊ വായിക്കാനുള്ള ഒരു ടെൻഡൻസി വന്നു. പിന്നെ ഇതുപോലെ കുറെ ബുക്സുകൾ കിട്ടും. ആ നമ്മള് ഈ സംഭവം എല്ലാം നമുക്ക് കുറഞ്ഞ റേറ്റിന് ഒരുപാട് ബുക്ക് കിട്ടുന്ന ഒരു സൈറ്റ് ഉണ്ട് നമ്മുടെ ഈ മീഷോ അങ്ങനെയൊക്കെ ഉള്ളതില്. ഒരുപാട് ഓക്കെ. സെലക്ട്, അതില് നല്ല കാർട്ടൂൺ പടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് നല്ല പേജാണ് അട്രാക്റ്റീവ് അതിനകത്ത്. ആയ കുട്ടികൾ രീതിയിലായിരിക്കും യെസ്, കുട്ടികളുടെ. നല്ല, അത് കാണുമ്പോ തന്നെ ഒരു നല്ല ഒരു സുഖം തോന്നും നമുക്ക്. വായിക്കാൻ അപ്പൊ തോന്നുന്ന രീതിയിലുള്ള നമുക്ക് ഇത് കാര്യം. കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കും. അപ്പൊ ഇത് ഞാൻ എന്ത് ചെയ്തു, ഒരു പാക്കേജ് ആയിട്ട് കംപ്ലീറ്റ് ഒരു 8-10 ബുക്ക് ഉണ്ട്, ഒരു 12 എന്തോ ഉണ്ട്. ഇത് വാങ്ങിച്ചിട്ട് ഓരോ ദിവസം അപ്പൊ കണ്ടപ്പോ പിന്നെ ആദ്യത്തെ ദിവസം ഭയങ്കര ഇതാണ്, എല്ലാം മറിച്ചു നോക്കും. അപ്പൊ ഞാൻ പറയും ഒരു ഓക്കെ. ബുക്ക് എടുത്തിട്ട് വായിക്കും. അങ്ങനെ അതെ. ഒന്നെടുത്ത് വായിച്ചു, അത് കുറെ വാക്കുകൾ മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല, എന്നിട്ട് അതെ. നമ്മൾ ഈ കുഞ്ഞിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും മൊബൈലിൽ തന്നെ, എപ്പോഴും മൊബൈലിൽ തന്നെ എന്ന് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ മൊബൈലിൽ നിന്ന് മാറി അവനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതെ. നമ്മൾ അവിടെയാണ് നമ്മള് തയ്യാറാവുന്നില്ല. അതെ, അത് തയ്യാറാകണം. അതിന് തയ്യാറാകാനുള്ള ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ ചുറ്റാകെ ഉണ്ട്. നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് എന്റെ കുഞ്ഞിങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മുടെ മക്കളുടെ കാര്യമാണ്. ജീവിതകാലം മുഴുവൻ നമുക്ക് കരയാൻ അത് മാത്രം മതി. അപ്പൊ അതുകൊണ്ട് മാം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതുപോലെ എന്തൊക്കെ ചെയ്യാം ആ ഐഡിയാസും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്നതുപോലെ കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ബുക്ക് പറഞ്ഞതേ ഉള്ളൂ, ആള് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇതുപോലെ കുറെ സ്റ്റോറീസ് വെരി ഗുഡ്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. പിള്ളേർ അറിയാതെ അതെ എടുത്ത് നോക്കിപ്പോവും. അവര് വായിച്ചില്ലെങ്കിൽ കൂടി അവര് പടങ്ങളെങ്കിലും ജസ്റ്റ് ഒന്ന് എടുത്ത് അതെ നോക്കും. അതെ ഒരുപാട് അത് ബുക്ക് ഉണ്ട്. ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരിക്കില്ല അതിൽ നിന്ന് അവർക്ക് കിട്ടുക. ഗ്രാജുവലി അതെ. അവർക്ക് കിട്ടുന്ന ആ ഒരു ഗുണമുണ്ട്. ഇത് നമ്മൾ അടുക്കി പറക്കി നമ്മൾ നമ്മൾ എടുത്ത് അലമാരയിൽ കൊണ്ട് സൂക്ഷിച്ച് ഒരിക്കലും വെക്കരുത്. ഇത് എവിടെയെങ്കിലും ഇട്ടേക്കാം, എവിടെയെങ്കിലും ഇട്ടേക്കാം. പോണ പോക്കിൽ അവൻ ജസ്റ്റ് ഒന്ന് അതെടുത്ത് നോക്കും. മനസ്സിലായില്ലേ? ഓക്കെ. നമ്മൾ ഭയങ്കര ഡിസിപ്ലിനോട് കൂടി അടുക്കി അടുക്കി വെക്കും. പൊടിയൊക്കെ പറ്റാണ്ട് നമ്മൾ സൂക്ഷിച്ച് അങ്ങനെ അടുക്കി വെച്ചിട്ട് കാര്യമല്ല. അത് കുട്ടിക്ക് കൊടുക്കുക. എന്നിട്ട് നൈസ്. നമുക്ക് കഥ വായിക്കാന്ന് പറഞ്ഞ് വായിച്ചു കൊടുക്കുക, വാക്കുകൾ അവനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും കൂടിയാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ അതെ. ഹൃദയം കൊണ്ട് തന്നെ സ്വീകരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മുടെ ബിംബിൾ ട്രെയിനിങ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എന്തൊക്കെ കിട്ടി, അതുപോലെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഗ്രൂപ്പിന് ഒരു ഉണർവുണ്ടാവും. നമ്മൾ ഇന്ന് ക്ലാസ് എടുത്ത മാമിനും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്ലാറ്റ്ഫോം തന്ന വിംബിൾ അക്കാഡമിക്കും ഒക്കെ അത് കാണുമ്പോഴായിരിക്കും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത്. അല്ലാതെ വെറുതെ ഒരു ടോക്ക് നമ്മൾ കുറച്ച് സംസാരിച്ചു, കുറച്ചുപേര് കേട്ടു, കുറച്ചുപേര് അത് കേട്ടില്ല, അങ്ങനെയൊക്കെ അങ്ങ് പോയതുകൊണ്ട് ആ ക്ലാസ് കൊണ്ട് വലിയ ഉപയോഗമില്ല. പക്ഷെ അതിന്റെ ആ ഒരു ഫീഡ്ബാക്ക് പറയുകയും അതിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്യുകയും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ ആ ഒരു ക്ലാസ് എടുക്കുന്ന ആളിനും നമുക്ക് ഓരോരുത്തർക്കും അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പിന്നെയും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലൊരു പ്ലാറ്റ്ഫോം തന്ന വിംബിൾ അക്കാഡമിക്ക്, അതുപോലെ ഇന്ന് ക്ലാസ് എടുക്കാൻ വന്ന ഷംസീന മാം, അതുപോലെ നമുക്ക് ഇന്ന് നന്നായിട്ട് ഇൻട്രോ പറഞ്ഞ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് മാം ഇൻട്രോ പറഞ്ഞ നല്ലൊരു വണ്ടർഫുൾ തീർച്ചയായിട്ടും. ഇൻട്രഡക്ഷൻ ആയിരുന്നു അത്. ബഷി മാമിനും വളരെയധികം നന്ദി പറയാണ്. അതോടൊപ്പം ഇനി അടുത്ത ഒരു ട്രെയിനേഴ്സ് ടോക്കിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും മറ്റൊരു ട്രെയിനറായിട്ട് വരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. Thank you all. Thank you.